നേരം പുലർന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം സന്തോഷപൂരിതമായി തുടങ്ങുവാൻ വേണ്ടി അദ്ദേഹം വനത്തിനുള്ളിലെ ആ ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നു. അവിടേക്ക് അയാൾ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും വിചാരിച്ച് കാണില്ല അത് അയാളുടെ ഏറ്റവും അവസാനത്തെ ദിവസമായിരിക്കുമെന്ന്. കാടിൻ്റെ ആ വന്യമായ സൗന്ദര്യം ആസ്വദിച്ച് കാടിൻ്റെ നിശബ്ദതയിലൂടെ അയാൾ അങ്ങനെ അവിടേക്ക് നടന്നു. അയാൾ അവിടേക്ക് നടക്കുമ്പോഴും തികഞ്ഞ നിശബ്ദതയിൽ തന്നെ ആരോ പിന്തുടർന്നു വരുന്നുണ്ടെന്നും തന്നെ ആരോ തുറിച്ചു നോക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് തന്നെ അയാൾ തിരിഞ്ഞു നോക്കുന്നുമുണ്ടായിരുന്നു. എന്നാൽ യാതൊന്നിനെയും അയാൾക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. മരണം തൻ്റെ തൊട്ടു മുന്നിൽ തന്നെ ലക്ഷ്യം വെച്ച് പതുങ്ങി വരുന്നത് അയാൾ അറിഞ്ഞു കാണില്ല. തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താറായപ്പോഴേക്കും ഇലകൾ ഞെരിഞ്ഞവരുന്ന ശബ്ദം വ്യക്തമായി അയാൾ കേട്ടു. അയാൾ ഉച്ചയിട്ട് ശബ്ദമുണ്ടാക്കി ആരാണ് അത് എന്ന് ചോദിച്ച് തിരിഞ്ഞതും അവൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കി പാഞ്ഞു വന്ന ആ മൃഗം അതിൻ്റെ കൂർത്ത കോമ്പല്ലുകൾ കഴുത്തിലേക്ക് ഇറക്കി പെടലി ഒടിച്ചു നിലത്തിട്ടു. അവിടെ നിന്നും അവനെ വലിച്ചിഴച്ചുകൊണ്ട് കാടിൻ്റെ ആഴങ്ങളിലേക്ക് പോയി. അവൻ്റെ കാലിൽ കിടന്ന ഒരു ചപ്പൽ മാത്രം അവിടെ കിടന്നു, അതും രക്തത്തുള്ളികൾ വീണ് നനഞ്ഞ നിലയിൽ. നമ്മളിന്ന് പറയുവാൻ പോകുന്നത് നരഭോജിയായ ഒരു പുള്ളിപ്പുലിയുടെ കഥയാണ്. കേണൽ ഹോർവേഡിൻ്റെ ഒരു കഥയാണ്, ഭീമാശങ്കറിലെ നരഭോജിയുടെ കഥ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന ഈ കഥ നടക്കുന്നത് മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ട മലനിരകളുടെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഭീകരതയുടെ വിത്തുപാകിയ ഒരു വനത്തിലാണ്. അവിടുത്തെ ഓരോ ഇലയനക്കത്തിലും അവിടെ വീശിയടിക്കുന്ന ഓരോ കാറ്റിലും ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ആ രഹസ്യം മറ്റൊന്നുമായിരുന്നില്ല, ഭീമാശങ്കർ വനത്തിൽ ഭയത്തിൻ്റെ വിത്തുപാകിയ ഭീമാശങ്കറിലെ നരഭോജിയായിരുന്നു അത്. മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഭീമാശങ്കർ വനം അത് വെറുമൊരു കാടല്ല, അത്രമേൽ നിബിഡവും ആഴമേറിയതും പഴക്കമേറിയതുമായ ഒരു വനമാണ്. സാധാരണയായി ഈ വനത്തെപ്പറ്റി പറയുമ്പോൾ ആളുകൾക്കുള്ളിലേക്ക് കടന്നു വരുന്നത് അവിടുത്തെ ഹരിതാപം നിറഞ്ഞ ഭംഗിയും പ്രകൃതി ഭംഗിയുമൊക്കെയാണ്. പക്ഷേ ഒരു കാലത്ത് ഈ സ്ഥിതിഗതികളൊന്നും ആയിരുന്നില്ല ആ വനത്തിലുണ്ടായിരുന്നത്. മരണം ആഞ്ഞു വീശിയിരുന്ന അല്ലെങ്കിൽ താവളമടിച്ചിരുന്ന ഒരു ഭയാനകമായ ഒരു കാടായിരുന്നു അത്. അന്ന് ആ വനപ്രദേശത്തെ ഭീമാശങ്കർ ക്ഷേത്രത്തിലെ മണികൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ മുഴങ്ങുന്ന ആ മണിയൊച്ചകളിൽ വല്ലാത്തൊരു അസ്വസ്ഥത തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന എന്തോ വലിയ വിപത്തിനെ ആ മണികൾ മുൻകൂട്ടി അറിഞ്ഞു എന്ന രീതിയിലായിരുന്നു ആ മണികൾ അവിടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ ശബ്ദം കാട്ടിൽ ലയിക്കുമ്പോൾ ഗ്രാമങ്ങളുടെ ഉള്ളിൽ ഭയം നിറയുമായിരുന്നു. സാധാരണയായി ഭീമാശങ്കറിൽ എപ്പോഴും ഒരു തണുത്ത കാലാവസ്ഥയാണുള്ളത്. പുലർച്ചെയാകുമ്പോൾ വനം മുഴുവൻ കനത്ത മൂടൽ മഞ്ഞാൽ മൂടപ്പെടും. രാത്രിയായാൽ പിന്നെ ആ കാടിനുള്ളിൽ ഒരു മനുഷ്യൻ പോയിട്ട് ഒരു ജീവി പോലും പുറത്തിറങ്ങാൻ ഭയപ്പെടും. അന്നത്തെ ദിവസം ആ പ്രഭാതത്തിൽ മഴ പെയ്തതിന് ശേഷം ആ കാട്ടിലെ മണ്ണിൽ നിന്നും വല്ലാത്തൊരു ഗന്ധം ഉയരാൻ തുടങ്ങി. കാറ്റില്ലാതെ തന്നെ മരങ്ങളിലെ ഇലകൾ വിറയ്ക്കുന്നത് പോലെ തോന്നി. ഗ്രാമവാസികൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. കാറ്റില്ലാതെ ഇലകൾ അനങ്ങുകയും മണ്ണിൽ നിന്നും വിചിത്രമായ മണം വരികയും ചെയ്താൽ മനസ്സിലാക്കിക്കൂ, എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുകയാണ് എന്ന്. അന്ന് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചതും അത് തന്നെയായിരുന്നു. കാടിന് നടുവിലൂടെ ആ ക്ഷേത്രത്തിലെ പൂജാരി തൻ്റെ പതിവ് പുലർച്ചെ പൂജയ്ക്കായി നടന്നു പോകുകയായിരുന്നു. എന്നും പോകുന്ന അതേ വഴി, അതേ സമയം. പക്ഷേ അന്ന് അയാളുടെ ഓരോ ചുവടിലും ഒരു വിറയലുണ്ടായിരുന്നു. അയാൾക്ക് തൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു പേടി തോന്നി. എന്ന് എന്തോ ഒരു മാറ്റമുണ്ട്. അയാളുടെ ഉള്ളിൽ ആരോ ഇരുന്നു മന്ത്രിച്ചു. കാട് പതിവിലും വിപരീതമായി ശാന്തമായി കാണപ്പെട്ടു. അതൊരു വല്ലാത്ത നിശബ്ദതയായിരുന്നു. പക്ഷികൾ കരയുന്നില്ല, എന്തിനേറെ പറയണം, കാറ്റുപോലും വീശുന്നില്ല. സദാസമയവും കുരങ്ങുകൾ ബഹളം വയ്ക്കാറുള്ള ആ വലിയ പേരാൽമരത്തിൻ്റെ
ചുവട്ടിൽ പോലും ഇന്ന് ശ്മശാനത്തിന് തുല്യമായ നിശബ്ദതയാണ്. അയാളുടെ ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവുമെല്ലാം അയാളുടെ കാതുകളിൽ നല്ല പോലെ മുഴങ്ങുന്നുണ്ടായിരുന്നു. ആ പൂജാരി തൻ്റെ ഓരോ ചുവട് മുന്നിലേക്ക് വെക്കുമ്പോഴും ഓരോ ഉണങ്ങിയ ഇലകൾ ഞെരിഞ്ഞമരുമ്പോഴുണ്ടാകുന്ന ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം പോലും ആ കാടിൻ്റെ വലിയ നിശബ്ദതയെ ഭേദിക്കാൻ പോകുന്നതായിരുന്നു. ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. എന്നും പൂജയ്ക്കായി കലശവുമായി അവിടെ എത്തിക്കൊണ്ടിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ഇത്രയും സമയമായിട്ടും അവിടെ എത്തിയിട്ടില്ല. അവളെ കാണുന്നില്ല. രാവിലെ ആകുമ്പോഴേക്കും അമ്പലത്തിലേക്കെത്തി ഭക്തിഗാനങ്ങൾ പാടാറുള്ള ഗ്രാമത്തിലെ സ്ത്രീകളുണ്ടല്ലോ, അന്ന് അവരെയും അവിടെ കാണാനുണ്ടായിരുന്നില്ല. 2-3 ചുവട്ടടികൾ മുന്നിലേക്ക് വെച്ചപ്പോൾ അയാളുടെ കാലിനടിയിലൂടെ എന്തോ ഒന്ന് ഒഴുകിപ്പോകുന്നത് അയാൾക്ക് അനുഭവപ്പെട്ടു. നനഞ്ഞ എന്തോ ഒന്ന്. അത് വെള്ളമല്ല എന്ന് അയാൾക്ക് വ്യക്തമായി മനസ്സിലായി. അയാൾ നിലത്തേക്ക് ഒന്ന് കുനിഞ്ഞു നോക്കി. അയാളുടെ ഹൃദയം സ്തംഭിക്കുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. കടും ചുവപ്പ് നിറമുള്ള കൊഴുപ്പുള്ള രക്തത്തിൻ്റെ ചാലായിരുന്നു അത്. ആ പൂജാരിയുടെ ഹൃദയമെടുപ്പ് പതുക്കെ ഉയരുവാൻ തുടങ്ങി. ആ രക്തത്തിൻ്റെ പാടുകൾ പിന്തുടർന്ന് മുന്നിലേക്ക് പോകുവാൻ അയാൾ തീരുമാനമെടുത്തു. ഉറച്ച മനക്കരുത്തോടെ ദൈവത്തിനെ ഒന്ന് ധ്യാനിച്ച ശേഷം അയാൾ ആ രക്തപ്പാടിനെ പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് നടന്നു നീങ്ങി. അത് നടന്നു ചെന്നെത്തിയത് ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. ആ മരത്തിൻ്റെ ചുവട്ടിൽ അയാൾ കണ്ടത് ഒരു ചെരുപ്പായിരുന്നു. ഒരു ചെരുപ്പ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതും രക്തത്തിൽ നനഞ്ഞ അവസ്ഥയിലായിരുന്നു. അതിനു ചുറ്റും അയാൾ കണ്ടത് ഒരു മനുഷ്യനും ഒരു മൃഗവും തമ്മിലുണ്ടായ പോരാട്ടത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. അയാളെ വലിച്ചിഴച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയ ആ വലിയ പാടായിരുന്നു. ആ നിമിഷം അയാളുടെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. രക്തം മരവിച്ച് കട്ട പിടിക്കുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ വനത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം ഉയർന്നു വന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു മുരളച്ചയായിരുന്നു. അതൊരു സാധാരണ മൃഗത്തിൻ്റെ ശബ്ദമായിരുന്നില്ല. അതൊരു രക്തദാഹിയായിരുന്ന വന്യമൃഗത്തിൻ്റെതായിരുന്നു. പൂജാരി വിറയ്ക്കുന്ന കൈകളോടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ത്രിശൂലം മുറുക്ക പിടിച്ചു. ഇതിനു മുന്നേ ഒരിക്കലും അയാൾക്ക് ഇത്രയും ഭീകരമായ ഒരു അനുഭവം നേരിടേണ്ടി വന്നിട്ടില്ല. കാട്ടിലെ വന്യമൃഗങ്ങളെക്കാൾ ഭയാനകമായ ഒന്ന് ഇപ്പോൾ അവിടെ ഉണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായി. അത് മറ്റൊന്നുമായിരുന്നില്ല, ആ വനത്തിലെ നരഭോജിയായി തീർന്ന ഒരു പുള്ളിപ്പുലിയായിരുന്നു. അന്നത്തെ ആ രാത്രി ആ ഗ്രാമത്തിലാകെ ഒരു ശ്മശാനമൂഖമായ നിശബ്ദത പടർന്നിരുന്നു. ഓരോ വീട്ടിലും വിളക്കുകൾ അണഞ്ഞു. പക്ഷേ ആരുടെയും കണ്ണുകളിൽ ഉറക്കമുണ്ടായിരുന്നില്ല. ജനാലകൾക്ക് പിന്നിൽ, വാതിലുകൾക്ക് പിന്നിൽ ശ്വാസം അടക്കിപ്പിടിച്ച് അവർ കാത്തിരുന്നു. അവർക്കെല്ലാം ചോദിക്കാനുള്ളത് ഇത് മാത്രമായിരുന്നു. നീ കണ്ടോ ആ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ആ രക്തം പറ്റിപ്പിടിച്ച ആ ചെരുപ്പ് കിടക്കുന്നത്? അതൊരു ഭക്തൻ്റേതായിരുന്നു. ഗ്രാമത്തിൻ്റെ ഓരോ കൂണിലും ഈ അടക്കം പറച്ചിലുകൾ മാത്രമായിരുന്നു. കാറ്റ് വീശുമ്പോൾ മരച്ചില്ലകൾ ഉലയുകയും അതിൻ്റെ നിഴലുകൾ ഭിത്തിയിൽ പതിക്കുകയും ചെയ്യും. അത് രാക്ഷസരൂപം പോലെ നൃത്തം ചെയ്തു. അത് കണ്ട് പേടിച്ച കുട്ടികൾ അവരുടെ അമ്മമാരെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അടുത്ത ദിവസം തന്നെ ഒരു നാട്ടുകൂട്ടം അവിടുത്തെ ഗ്രാമമുഖ്യൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. വില്ലേജ് ചൗക്കിൽ വെച്ച് ഒരു കൂട്ടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഗ്രാമമുഖ്യൻ ഉറക്ക വിളിച്ചു പറഞ്ഞു, ഇനി മുതൽ ഒരാൾ പോലും ഒറ്റയ്ക്ക് കാടിനുള്ളിലേക്ക് പോകാൻ പാടില്ല. അത് പൂജാരിയായാലും ശരി, വിറക് വെട്ടുകാരനായാലും ശരി. സ്ത്രീകളെയും കുട്ടികളെയും ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ നിന്നും പൂർണ്ണമായും വിലക്കിയിരിക്കുന്നു. ഗ്രാമമുഖ്യൻ അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞത് പകയും ദേഷ്യവും വിഷമവുമെല്ലാമായിരുന്നു. പക്ഷേ ഭീമാശങ്കർ വെറുമൊരു സ്ഥലമല്ലല്ലോ, അവിടെ സാക്ഷാൽ പരമശിവൻ വസിക്കുന്ന പുണ്യഭൂമിയാണ്. ശിവനുള്ളിടത്ത് ഒരു ചെകുത്താനും വസിക്കില്ല എന്ന അവരുടെ വിശ്വാസം. പക്ഷേ ഇത്തവണ ആ വിശ്വാസത്തെ പോലും വെല്ലുവിളിക്കാനായി ഏതോ ഒരു ഇരുണ്ട ശക്തി വനത്തിൻ്റെ ആഴങ്ങളിൽ കണ്ണു തുറന്നിരിപ്പുണ്ടായിരുന്നു. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ വല്ലാത്ത ഒരു നിശബ്ദതയായിരുന്നു. കാട് നിശ്ചലമായി. കരച്ചിലുകളില്ല, ആക്രമണങ്ങളില്ല. പക്ഷേ അവിടെ അന്നുയർന്ന ആ നിശബ്ദതയിൽ ഒരു കപടതയുണ്ടായിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ആ ഭയാനകമായ ശാന്തതയായിരുന്നു അത്.
എല്ലാവരും കരുതി ആ മൃഗം അവിടെ നിന്നും പോയി കാണുമെന്ന്. പക്ഷേ അത് വെറുമൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. അവനെങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല. ആ കാടുകളിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. അന്ന് ശിവരാത്രി ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഗ്രാമം. വഴിപാടുകൾക്കായുള്ള പൂക്കൾ ശേഖരിക്കുവാൻ വേണ്ടി പോയതായിരുന്നു ആ യുവാവ്. അവൻ കാടിൻ്റെ അതിരിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ മണ്ണിൽ നനവുണ്ടായിരുന്നു. പുലർച്ചെ പെയ്ത മഴയുടെ മണം വായുവിൽ തങ്ങി നിൽക്കുന്നു. ചെടികളിലെ മഞ്ഞുതുള്ളികൾ അവൻ്റെ വസ്ത്രങ്ങളിൽ തട്ടി നനഞ്ഞുകൊണ്ടിരുന്നു. അവൻ ഒരു ചെറിയ മൂളിപ്പാട്ടെല്ലാം പാടി അവൻ മുന്നിലേക്ക് ആനന്ദിച്ച് രസിച്ച് നടന്നു. പക്ഷേ അവൻ പോലും അറിയാതെ അവൻ്റെ ഓരോ ചുവടുകളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഒരു ജോഡി കണ്ണുകൾ അവൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പൊന്തക്കാടിനുള്ളിൽ മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പാട്ടുപാടി സന്തോഷിച്ച് ഉല്ലസിച്ച് വനത്തിലേക്ക് കയറിപ്പോയ ആ യുവാവുണ്ടല്ലോ, പിന്നീട് ഒരിക്കലും ആ ഗ്രാമത്തിലേക്ക് തിരികെ എത്തിയില്ല. ഒരു പകൽ മുഴുവൻ അവനെ കാത്ത് ആളുകളിരുന്നു. അവനെ കാണാതായതോടെ അവൻ്റെ ഗ്രാമത്തിലെ ആളുകളുണ്ടല്ലോ, അവരുടെ വീടുകളിൽ പോയി ആയുധങ്ങളുമായി അവനെ തേടി ഗ്രാമത്തിൻ്റെ അരികിലുള്ള ആ വനമുണ്ടല്ലോ, ആ വനത്തിലേക്ക് കയറി. അവർ ആർത്തു വിളിച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് ആ കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവർ ഓരോ ചുവട് വയ്ക്കുമ്പോഴും ചുറ്റുപാടും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ നടന്ന് ഉൾപ്രദേശത്തേക്ക് എത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ പിന്നിൽ ആ കാഴ്ചയും അവർ കണ്ടു. അത് ആ കാണാതായ യുവാവിൻ്റെ പൂർണ്ണമായ ശരീരമായിരുന്നില്ല, പാതി ആഹരിക്കപ്പെട്ട ശരീരഭാഗങ്ങളായിരുന്നു അത്. ഏറ്റവും വേദനയേകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ യുവാവിൻ്റെ മുഖം പോലും തിരിച്ചറിയുവാൻ ആർക്കും സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നതാണ്. അത്രയും വികൃതമാക്കപ്പെട്ടിരുന്നു. ആ ഭയാനകമായ രക്തം മരവിക്കുന്ന കാഴ്ച കണ്ട് പലരും അവിടെ തന്നെ തളർന്നിരുന്നു പോയി. അത്രയും ഭയപ്പെടുത്തുന്നതായിരുന്നു അവർക്ക് മുന്നിൽ കണ്ട ആ ശരീരം. ഇതൊന്നുമല്ല, ആ ശരീരം എങ്ങനെയാണ് അവർ തിരിച്ചറിഞ്ഞതെന്നല്ലേ? മുഖം കണ്ടോ ശരീരഭാഗങ്ങൾ കണ്ടോ ഒരു മനുഷ്യനെ ഒരിക്കലും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം വികൃതമായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവൻ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ കീറിയ തുണ്ടുകൾ, അതിലൂടെ മാത്രമായിരുന്നു ആ ശരീരം അവിടെ കാണാതായ ആ യുവാവിൻ്റേതായിരുന്നു എന്ന് അവിടേക്കെത്തിയ ആളുകൾ തിരിച്ചറിഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം ഗ്രാമങ്ങളെ ഭയത്തിലാഴ്ത്തി. ഭീമാശങ്കറിലെ ആ നരഭോജി അതിൻ്റെ ഇരയെ തിരഞ്ഞെടുക്കുന്നത് യാദൃശ്ചികമല്ല എന്ന് അവിടുത്തെ വേട്ടക്കാർക്ക് മനസ്സിലായി തുടങ്ങി. അതൊരു പ്രത്യേക പാറ്റേൺ പിന്തുടരുന്നുണ്ട്. ആ ഗ്രാമത്തിലെ ഏറ്റവും വിദഗ്ധനായ ഒരു വേട്ടക്കാരനായിരുന്നു ഭീംറാം. അയാൾ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു: ഇത് സാധാരണ ഒരു വന്യമൃഗത്തിൻ്റെ രീതിയല്ല, ഇതിന് വ്യക്തിപരമായി എന്തോ പകയുണ്ട്. നോക്കൂ, ഇത് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വരുന്ന ആളുകളെയും ഭക്തന്മാരെയുമാണ് പ്രധാനമായി ആക്രമിക്കുന്നത്. ഈ മൃഗമുണ്ടല്ലോ, ഒരു സാധാരണ മൃഗത്തെ പോലെ ചിന്തിക്കുന്നില്ല. ശിവരാത്രി അടുക്കുംതോറും ആ കാടിലെ മരണത്തിൻ്റെ ഗന്ധം വല്ലാതെ കൂടി വരുന്നുണ്ടായിരുന്നു. ശിവരാത്രി ആഘോഷങ്ങൾക്കായി ഗ്രാമം ഒരുങ്ങുമ്പോൾ ഓരോ വീട്ടിലും ആളുകൾ വിളക്ക് കൊളുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പുറത്ത് ആ അന്ധകാരത്തിൽ പതുങ്ങിയിരിക്കുന്ന ആ കൊലയാളിയിൽ നിന്നും തങ്ങളെ രക്ഷിക്കുവാൻ. മഹാശിവരാത്രിയുടെ പുണ്യദിനങ്ങൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഭീമാശങ്കർ ഗ്രാമം ഈ സമയം ഉത്സവലഹരിയിലായിരിക്കും. മഹാരാഷ്ട്രയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന സമയം കൂടിയാണിത്. തെരുവുകളിൽ നിറയെ പൂക്കളുടെയും ചന്ദനങ്ങളുടെയും ഗന്ധവും അതിനൊപ്പം തന്നെ ഹരഹര മഹാദേവ വിളികളും കൊണ്ട് മുഖരിതമാകാറുള്ള ആ വീഥികൾ ഇന്നുണ്ടല്ലോ വെറും വിജനമായി കിടക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഗ്രാമത്തിലെ മുഖ്യ പുരോഹിതനായ മഹന്ത് ഒരു കാര്യം ഉറപ്പിച്ച് അവിടുത്തെ ആളുകളോട് പറഞ്ഞത്: എന്തു തന്നെ ആയാലും ശരി, ഭഗവാൻ ശിവന്റെ ഈ വാർഷിക മേളയുണ്ടല്ലോ, അതൊരിക്കലും മുടക്കാൻ പാടില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. എന്നാൽ ഗ്രാമവാസികളുടെ അവസ്ഥ അത് തികച്ചും വിപരീതമായിരുന്നു. അവർക്കുള്ളിലപ്പോൾ ഒരേ ഒരു വികാരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഭയമായിരുന്നു. കാട്ടിൽ പതുങ്ങിയിരിക്കുന്ന ആ നരഭോജിയോടുള്ള ഭയം അതവരെ വല്ലാതെ തളർത്തിക്കഴിഞ്ഞിരുന്നു. ഭക്തർ ഓരോരുത്തരായി കാടിനുള്ളിൽ ഇരകളായി വീഴുമ്പോൾ ഭഗവാൻ പോലും തങ്ങളെ കൈവിട്ടോ എന്ന ചോദ്യമായിരുന്നു ഓരോരുത്തരും അവിടെ ഉയർത്തിയത്. ഗ്രാമത്തിലെ ഓരോ വീടുകളിലും ആളുകൾ കയറുകയും അവരുടെ വീടിൻ്റെ വാതിലുകളും ജനലുകളും ഭദ്രമായി പൂട്ടുകയും ചെയ്തു. അവർ അത്
ഇരട്ടി സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്തു. ഗ്രാമത്തോട് ചേർന്ന് നിൽക്കുന്ന ആ വനമുണ്ടല്ലോ, അത് മുരണ്ടുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളുണ്ടല്ലോ, അതിൽ കാറ്റ് വീശുമ്പോൾ അതിൻ്റെ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളുണ്ടല്ലോ, അത് വീടുകൾക്ക് മേൽക്കൂരയിൽ തട്ടുമ്പോൾ ആ നരഭോജിയുടെ നഖങ്ങൾ കൊണ്ട് മേൽക്കൂരയിൽ ശബ്ദമുണ്ടാക്കുന്ന ശബ്ദമാണോ അവിടെ ഉയർന്ന് കേൾക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ആ വീടിനുള്ളിൽ താമസിക്കുന്നവർ ഭയന്നുകൊണ്ട് ശ്വാസാശ്വാസം പോലും പിടിച്ച് അവിടെ പതുങ്ങിയിരുന്നു. 1 മാസം തികയുന്നതിന് മുന്നേ തന്നെ ആ ഗ്രാമത്തിൽ ആ നരഭോജി കൊന്നു തള്ളിയത് ഏകദേശം 5 പേരെയാണ്. അതിൽ 2 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് അവർക്ക് കണ്ടെത്താനായത്. ബാക്കിയുള്ളവരുണ്ടല്ലോ, വെറും ഓർമ്മകൾ മാത്രമായി ആ വനത്തിൻ്റെ ആഴങ്ങളിൽ എവിടെയോ മറഞ്ഞു. വനത്തിനുള്ളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഓരോ ശബ്ദങ്ങൾക്കും ഗ്രാമത്തിലെ ആളുകൾ പല അർത്ഥങ്ങളും കണ്ടെത്താൻ തുടങ്ങി. അങ്ങ് ദൂരെ നിന്നും കേൾക്കുന്ന കരിയിലകൾ അനങ്ങുന്ന ഒരു ചെറിയ ശബ്ദം പോലും തങ്ങളുടെ ജീവൻ അപഹരിക്കാൻ പോകുന്ന ആ മൃഗം വരുന്നതിൻ്റേതാണെന്ന് അവർ ചിന്തിച്ചു കൂട്ടി. ആ നരഭോജിയുടെ നരനായാട്ടും ഭീകരതയും പരകോടിയിൽ എത്തി നിൽക്കുന്ന സമയമായിരുന്നു അത്. അന്നത്തെ ആ ഒരു ദിവസം ക്ഷേത്രം തുറക്കുവാൻ വേണ്ടി അവിടേക്കെത്തിയ പൂജാരി കണ്ടത് ഒരു നടുക്കുന്ന കാഴ്ചയായിരുന്നു. അയാൾ അവിടെ തളർന്ന് ഇരുന്നു പോയി. അതിന് പിന്നിൽ മറ്റൊന്നുമല്ല, ഭീമാശങ്കർ ക്ഷേത്രത്തിൻ്റെ കോവിലിനുള്ളിൽ സാക്ഷാൽ ശിവലിംഗത്തിൻ്റെ തൊട്ടടുത്ത് ഒരു മൃതദേഹം കിടക്കുന്നു. അത് വെറുമൊരു സാധാരണ കൊലപാതകമായിരുന്നില്ല. ആ നരഭോജി ഗ്രാമത്തിന് നൽകിയ ഒരു സന്ദേശമായിരുന്നു. ഈ കാട് ഇനി എൻ്റേതാണ്, എൻ്റേത് മാത്രം. നിൻ്റെയൊക്കെ ദൈവങ്ങൾക്ക് പോലും എന്നെ തടയാനാവില്ല എന്ന് ആ മൃഗം അട്ടഹസിക്കുന്നത് പോലെയാണ് പൂജാരിക്കും അവിടെയുള്ള ഗ്രാമീണർക്കും തോന്നിയത്. പവിത്രമായ ആ ഇടം ഒരു നിമിഷം കൊണ്ട് രക്തക്കളമായി മാറി. ഭീമാശങ്കറിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ആ ക്ഷേത്രത്തിൻ്റെ കവാടങ്ങൾ കുട്ടിയടയ്ക്കപ്പെട്ടു. അവിടെ നൂറ്റാണ്ടുകളായി മുഴങ്ങിയിരുന്ന ക്ഷേത്രമണികൾ പെട്ടെന്ന് നിലച്ചു. നെയ്വിളക്കുകളുടെ വെളിച്ചം അണഞ്ഞു. ഒരു പുണ്യഭൂമിയായിരുന്ന സ്ഥലം പെട്ടെന്ന് ഒരു കൊലനിലമായി മാറി. അവിടെ അന്ന് കൊല്ലപ്പെട്ട ആ യുവാവുണ്ടല്ലോ, അവൻ്റെ അമ്മ ഒരു വൃദ്ധയായ സ്ത്രീയായിരുന്നു. അവർ ആ വനത്തിലേക്ക് നോക്കി. അവരുടെ മകനെ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. ആ കാട്ടിലേക്ക് നോക്കി അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അവൻ ഇനിയും വരും, എല്ലാവരെയും കൊണ്ടുപോകും. അവൻ ഓരോ രാത്രിയും ഈ ഗ്രാമത്തിലേക്ക് തിരികെ വരും. ഓരോരുത്തരെയായി അവൻ ഈ ഗ്രാമത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോകും, കൊലപ്പെടുത്തും, അവൻ്റെ ഇരയാക്കി മാറ്റും. അത് പറഞ്ഞുകൊണ്ട് അവർ പൊട്ടിക്കരയുകയായിരുന്നു. അതിന് പുറകെ തന്നെ നരഭോജിയായി തീർന്നിരുന്ന ഈ പുലിയോടുള്ള പേടി ഈ ഗ്രാമങ്ങളാകെ അലയടിച്ചു. ഈ മൃഗം സാധാരണ ഒരു പുലിയോ കടുവയോ അല്ല എന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. ചിലർ പറഞ്ഞു അത് ഗ്രാമത്തിൻ്റെ ശാപമാണ്. മറ്റു ചിലർ പറഞ്ഞു അതൊരു ബ്രിട്ടീഷുകാരൻ വെടിവെച്ചിട്ടും ചാവാത്ത ഒരു പിശാചായ പുലിയാണ് എന്ന്. ഗ്രാമത്തിലെ ആളുകൾ ഒന്നടങ്കം ഒരു തീരുമാനമെടുത്തു. ഒന്നുകിൽ ആ പുലി ചാവണം, അല്ലെങ്കിൽ ഈ ഗ്രാമം ഇല്ലാതാകണം. എന്താണ് ഇതിന് ചെയ്യേണ്ടത്? എത്രയും വേഗം തന്നെ ഒരു വലിയ നാട്ടുകൂട്ടം അവർ സംഘടിപ്പിക്കുകയും ഗ്രാമമുഖ്യനും മറ്റ് പ്രമാണിമാരും കൂടി ചേർന്ന് ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. ഈ നരഭോജിയായ പുലിയെ കൊല്ലുവാൻ വേണ്ടി ഒരു പ്രശസ്തനായ വേട്ടക്കാരനെ ഇവിടേക്ക് കൊണ്ടുവരണം. മറ്റാരുടെയും പേരായിരുന്നില്ല അവർക്ക് മുന്നിൽ അപ്പോൾ തെളിഞ്ഞു വന്നത്. പൂനെയിലുണ്ടായിരുന്ന പ്രശസ്തനായ ബ്രിട്ടീഷ് വേട്ടക്കാരനായ കേണൽ ഹോവാർഡിൻ്റേതായിരുന്നു. തങ്ങളുടെ ഈ ഗ്രാമം വലിയ സങ്കടത്തിലാണെന്നും തങ്ങളിൽ പലരെയും ഈ പുലി ഇതിനോടകം തന്നെ പിടിച്ചുകൊണ്ടുപോയി എന്ന വിവരവും ബ്രിട്ടീഷുകാരെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും അവർ അറിയിച്ചു. ഈ വിവരം അറിയിച്ചുകൊണ്ട് ഒരു കത്ത് പൂനെയിലേക്കും അവർ അയച്ചിരുന്നു. അവരിപ്പോൾ കാത്തിരിക്കുന്നത് അയാളുടെ വരവിന് വേണ്ടിയാണ്. ഗ്രാമവാസികൾക്കിടയിൽ ഈ നരഭോജിയെക്കുറിച്ച് വിചിത്രമായ പല കഥകളും പ്രചാരത്തിലുണ്ടായിരുന്നു. അതിൽ പലതും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് വില്ലേജ് ചൗക്കിലെ ആ ചെറിയ തീക്കാച്ചിലിന് ചുറ്റും ഇരുന്നു കൊണ്ടാണ്. ഓരോരുത്തരും അവരുടേതായ കഥകൾ അവിടെ പറഞ്ഞു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് വെറും ഒരു പുലിയല്ല. പണ്ട് ബ്രിട്ടീഷുകാർ ഒരു പുലിയെ ഈ വനത്തിൻ്റെ അരികിൽ വെച്ച് വെടിവെച്ചിരുന്നു. അതിന് മുറിവേറ്റിരുന്നു. പക്ഷേ അവർക്ക് അതിനെ കൊല്ലാൻ കഴിഞ്ഞില്ല. അത് അവിടെ നിന്നും രക്ഷപ്പെട്ട് വനത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. മനുഷ്യനാൽ മുറിവേറ്റ ആ പുലി ക്രുദ്ധനായി പകരം വീട്ടുവാൻ വേണ്ടി ഒരു പക്ഷേ വനത്തിനുള്ളിൽ കാത്തിരുന്നതായിരിക്കാം. അവിടെ ഇരുന്നവർക്കും പലർക്കും ഈ അഭിപ്രായം തന്നെയായിരുന്നു. ഇത് പറയുമ്പോൾ അവരുടെ ഉള്ള് കിടുങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ മറ്റു ചിലർക്ക് പറയാനുണ്ടായിരുന്നത് മറ്റു ചില കഥകളാണ്.
അതിലെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കഥ ഇതാണ്. അവർക്ക് ഇതൊരു മൃഗമല്ല, ഇതൊരു മൃഗമേ ആയിരുന്നില്ല. കാടിൻ്റെ ഉള്ളിൽ പണ്ട് തപസ് ചെയ്തിരുന്ന ഏതോ ഒരു മുനിയുടെ ശാപമാണ് ഇപ്പോൾ ഒരു പുലിയുടെ രൂപത്തിൽ ഈ ഗ്രാമത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മറ്റു ചിലരുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുവാനായിരുന്നു അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ ആഗ്രഹിച്ചിരുന്നത്. ആ സമയമാണ് അവിടെ മറ്റൊരു ശബ്ദം ഉയർന്നത്. എല്ലാവരും ഒരു വശത്തേക്ക് ഒതുങ്ങി മാറി. അതൊരു വൃദ്ധൻ്റെ ശബ്ദമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ത്യാത്യാക്ക് എന്നാണ്. പതുക്കെ തൻ്റെ തല ഉയർത്തി നോക്കി. നല്ല പ്രായമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മുതുക് വളഞ്ഞു നിന്നിരുന്നു. ഒരു കമ്പുകുത്തിയാണ് അദ്ദേഹം നടക്കുന്നത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് ഇപ്പോഴും കാടിൻ്റെ ആഴമളക്കുവാനുള്ള തെളിച്ചമുണ്ട്. കാടിൻ്റെ വായു ശ്വസിച്ചും ഇലകളുടെ മർമ്മരം കേട്ടുമാണ് അദ്ദേഹം ഇവിടെ വളർന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വിളിക്കുന്നത് കാട്ടിലെ അപ്പൂപ്പൻ എന്നാണ്. ആ വൃദ്ധൻ പതുക്കെ കൂട്ടിയിട്ട ആ തീയുടെ അരികിലേക്ക് വന്നു. തൻ്റെ ചുളുക്കുള്ള കൈകൾ അതിലേക്ക് നീട്ടി പതുക്കെ ചൂടുകൊണ്ടുകൊണ്ട് പറഞ്ഞു, ഇതാദ്യമായിട്ടല്ല ഭീമാശങ്കർ ഒരു രാക്ഷസനെ കാണുന്നത്. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഇവിടെ വന്നിരുന്നു. പക്ഷേ ഇത് മറ്റൊന്നിനോ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത് വെറുമൊരു കൊലയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൻ്റെ പഴയ ഏതോ ഒരു പക തീർക്കുകയാണ്. ത്യാത്യ തൻ്റെ വാക്കുകൾ പറഞ്ഞു. അത് കേട്ടതും അവിടെ കൂടി നിന്നവരുടെ ഉള്ളിൽ ഒരു തണുപ്പ് അരിച്ചു കയറി. തീജാലകൾ പോലും ആ വാക്കുകൾ കേട്ട് ഭയം നിന്ന പോലെ പതിയെ താന്നു, പിന്നെ ഉയർന്നു. ഒരിക്കൽ വിചിത്രമായ ഒരു സംഭവം ആ ഗ്രാമത്തിൽ അരങ്ങേറി. ഒരു ദിവസം പുലർച്ചെ മഞ്ഞു വീണ് കിടക്കുന്ന കാടിൻ്റെ അതിരിലേക്ക് ലാവ എന്ന ആദിവാസി ബാലൻ വിറക് ശേഖരിക്കുവാൻ വേണ്ടി പോയി. അവന് കാടിനെ പേടി ഉണ്ടായിരുന്നില്ല, കാരണം അവൻ്റെ ലോകം തന്നെ ഇതായിരുന്നു. പക്ഷെ അന്ന് കാട് വല്ലാത്തൊരു നിശബ്ദരായിരുന്നു. അവൻ്റെ കോടാലി കൊണ്ട് ഉണങ്ങിയ ചില്ലകൾ വെട്ടുമ്പോഴുണ്ടാകുന്ന ഹേട്ട് ഹേ എന്ന ശബ്ദമുണ്ടല്ലോ, അത് വനത്തിൻ്റെ തികഞ്ഞ നിശബ്ദതയിൽ പ്രതിധ്വനിച്ചു. പെട്ടെന്ന് അവൻ നിശ്ചലമായി. അവൻ വെട്ടുവാൻ ഊങ്ങിയ കോടാലി വായുവിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അവൻ്റെ ശ്രദ്ധ ഇപ്പോൾ പോയിരിക്കുന്നത് അവന് നേരെയാണ്. അതായത് അവൻ്റെ തൊട്ടു മുന്നിലുണ്ടായിരുന്ന ഒരു വലിയ പേരാൽ മരമുണ്ട്. അതിൻ്റെ നിഴലിലേക്കാണ്. അതിൻ്റെ നിഴലിൽ മറ്റൊരു നിഴൽ അവൻ കണ്ടിരുന്നു. ആദ്യം അവൻ വിചാരിച്ചത് അത് വലിയൊരു പാറയാണെന്നാണ്. പിന്നെ പതിയെ പാറ അനങ്ങുവാനും തലയുയർത്തി തന്നെ നോക്കുവാനും തുടങ്ങിയതോടെ അവന് അപകടം മണത്തു. അതുവരെ ഭയം എന്താണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ ആ ഒരു നിമിഷം യഥാർത്ഥ ഭയം എന്താണെന്ന് ശരിക്കും അവൻ അറിഞ്ഞു. അവൻ്റെ രക്തം മരവിച്ചു. അവൻ അനങ്ങുവാൻ പോലും കഴിയുന്നില്ല. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. അവൻ ആ നിഴലിൽ കണ്ട കണ്ണുകൾ ഇപ്പോഴും അവൻ്റെ മനസ്സിൽ പച്ച കുത്തിയ പോലെ കിടക്കുകയാണ്. അവൻ പറഞ്ഞത് ഇതാണ്. അവൻ കണ്ടത് വെറും ഒരു പുലിയുടെ കണ്ണല്ല, അത് മനുഷ്യരെ പോലെ വികാരമുള്ള കണ്ണുകൾ പോലെയാണ്. അതുമാത്രമല്ല, ആ കണ്ണുകളിൽ കണ്ടത് ഒരു തരം പകയാണ്. അതിനു പുറകെ അത് പറയാതെ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ന് നിന്റെ സമയമായിട്ടില്ല. ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടുകയാണ് ഗ്രാമത്തിലെ ആളുകളോട് പറയുവാൻ. ഈ കാട് എൻ്റേതാണ്. ഇവിടേക്ക് വരുന്നവരെ ഞാൻ വേട്ടയാടും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്. ഇത് ഗ്രാമത്തിലെ ആളുകളോട് പറയുവാൻ വേണ്ടി അവനെ വെറുതെ വിട്ടതാണോ എന്നാണ് ലാവ കരുതിയത്. ഒരു നിമിഷം പോലും പാഴാക്കാതെ വളരെ വേഗം തന്നെ ലാവ ഗ്രാമം ലക്ഷ്യമാക്കി കുതിച്ചോടി. ഗ്രാമത്തിലേക്ക് നിലവിളിച്ചോടി വരുന്ന ആ ബാലനെ കണ്ട് ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവൻ്റെ അരികിലേക്ക് അവർ ചെല്ലുമ്പോൾ ഒരു പാറക്കല്ല് പോലെ അവിടെ ഉറച്ചിരിക്കുകയായിരുന്നു ലാവ. അവനൊന്ന് ശബ്ദിക്കുവാൻ പോയിട്ട് നേരെ ചൊവ്വേ ശ്വാസമെടുക്കുവാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഗ്രാമത്തിലെ ആളുകൾ അവൻ്റെ കണ്ണുകളിൽ കണ്ടത് വെറുമൊരു ഭയമായിരുന്നില്ല, മരണത്തിൻ്റെ നിഴലായിരുന്നു. വിവരമറിഞ്ഞ ഉടനെ തന്നെ പുതിയൊരു വേട്ടക്കാരനായ നാഗേഷ് എന്ന ഒരാൾ ലാവ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോയി. അവിടെ മണ്ണിൽ കണ്ട കാഴ്ച കണ്ട് നാഗേഷിൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. പതുപതുത്ത മണ്ണിൽ ആ മൃഗത്തിൻ്റെ കാൽപ്പാടുകൾ അത്രമേൽ വ്യക്തമായിരുന്നു. ഒരു സാധാരണ പുലിയുടേതിനേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുണ്ട് എന്ന് നാഗേഷ് തിരിച്ചറിഞ്ഞു. നാഗേഷ് തൻ്റെ കൈയെടുത്തു. അവിടെ കണ്ട ആ പുലിയുടെ കാൽപ്പാടിലേക്ക് എടുത്തു വെച്ചു.
തൻ്റെ കൈ മുഴുവൻ അതിനുള്ളിലേക്ക് പോകുന്ന രീതിയിലുള്ള അത്രയും വലിപ്പമുള്ള ഒരു കാൽപ്പാടായിരുന്നു അത്. ഇതൊരു സാധാരണ പുലിയല്ല, നാഗേഷ് സ്വയം മന്ത്രിച്ചു. ഏകദേശം 7 അടി നീളമുണ്ടാകും ഇതിന്. പക്ഷേ അദ്ദേഹത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് ഇതിൻ്റെ ഭാരമായിരുന്നു. അങ്ങനെ നാഗേഷിന് മുന്നിൽ തെളിഞ്ഞു കണ്ട ആ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് അയാൾ പോകുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അയാൾ നടന്ന് ചെന്നെത്തിയത് ആ വനത്തിലുണ്ടായിരുന്ന വലിയൊരു പേരാലിൻ്റെ മുന്നിലായിരുന്നു. അവിടെ തന്നെയാണ് അദ്ദേഹം ആ മൃതദേഹവും കണ്ടത്. ആ ശരീരത്തിൻ്റെ അരികിലേക്ക് നാഗ നടന്നു ചെന്നു. ഇതുവരെയും അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ കണ്ടെത്തിയ മറ്റ് മൃതദേഹങ്ങൾ പോലെ ആയിരുന്നില്ല അതവിടെ കടന്നിരുന്നത്. കാരണം ആ ശരീരത്തിൽ നിന്നും ഒരു തുണ്ട് മാംസം പോലും ആ പുലി കാർന്നു തിന്നിട്ടില്ല. നാഗയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, കഴുത്തൊടിച്ചാണ് ഇരയെ കൊന്നിരിക്കുന്നത്. ഒന്നുകൂടി നാഗ ആ ശരീരം പരിശോധിച്ചു. അദ്ദേഹം ഞെട്ടിത്തരിച്ചു നിന്നുപോയി. അതിൻ്റെ വിഷപ്പടക്കുവാൻ വേണ്ടിയല്ല ഈ ഇരയെ കൊന്നിരിക്കുന്നത്, അതിന് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയായിരിക്കുമോ? അങ്ങനെ പല ചിന്തകളും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ അങ്ങനെ കടന്നുപോയി. ശരിക്കും നാഗ ഭയന്നു. അദ്ദേഹം തൻ്റെ ദൗത്യം ഉപേക്ഷിച്ച് തിരികെ ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങി. അങ്ങനെ ഗ്രാമത്തിലെ ആളുകളെല്ലാം വിഷമഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് അവർക്കൊരു ആശ്വാസം എന്ന പോലെ ആ കത്ത് എത്തുന്നത്. ആ കത്ത് വന്നിരിക്കുന്നത് പൂനെയിൽ നിന്നുമാണ്. അവർക്ക് കിട്ടിയ ആ കത്തിൻ്റെ ഉള്ളടക്കത്തിലുണ്ടായിരുന്നത് ഇതാണ്: ബ്രിട്ടീഷ് വേട്ടക്കാരനായ കേണൽ ഹോവാർഡ്സ് ഇങ്ങോട്ട് വരാൻ പോകുന്നു, തങ്ങളുടെ വിഷമത്തിന് തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി. അദ്ദേഹം വെറുമൊരു വേട്ടക്കാരനല്ല, ആഫ്രിക്കൻ കാടുകളിലെ സിംഹങ്ങളെയും പുലികളെയും വേട്ടയാടി പരിചയമുള്ള, കാടിൻ്റെ ഓരോ സ്പന്ദനവും തൻ്റെ കൈവിരലുകളിൽ അറിയാൻ കഴിയുന്ന ഒരാളായിരുന്നു ഹോവാർഡ്. അദ്ദേഹം എത്തിയത് ഒറ്റയ്ക്കായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ റൈഫിലുകൾ കൈവശം വെച്ചുകൊണ്ട് കുറച്ച് സഹായികളും. അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് അത്യാധുനിക റൈഫിലായിരുന്നു. മാപ്പുകൾ പരിശോധിക്കാൻ പറ്റിയ ഒരു സംഘം ആളുകൾ, മാപ്പുകൾ, അതുപോലെ പരിശീലനം ലഭിച്ച 3 ഷൂട്ടർമാരും. അവർ ഗ്രാമത്തിലേക്ക് വന്ന ആ ദിവസം, അതായത് മണ്ണു പുരണ്ട ആ ജീപ്പ് ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ നിൽക്കുമ്പോൾ തന്നെ പ്രതീക്ഷയോടെയും ഭയത്തോടെയും ജനങ്ങൾ അവരുടെ അരികിലേക്ക് എത്തി. അവരെ ചുറ്റി നിന്നു. ഹോവാർഡ്സ് തൻ്റെ തൊപ്പി അല്പം ഉയർത്തി കാടിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നു നോക്കി. അയാളുടെ കണ്ണുകളിൽ ഒരു തരം വെല്ലുവിളി ഉണ്ടായിരുന്നു. ഗ്രാമമുഖ്യൻ അവർക്ക് മുന്നിലേക്കെത്തി. ആ നരഭോജി അവിടെ നടത്തിയ ക്രൂരതകൾ ഓരോന്നായി വിശദീകരിച്ചു കൊടുത്തു. പക്ഷേ ഹെഡ്വാർഡ് പറഞ്ഞത് ഒന്നു മാത്രമായിരുന്നു: നിങ്ങളിപ്പോൾ ഭയപ്പെട്ട ക്ഷേത്രത്തിലേക്ക് പോകുന്നത് നിർത്തിയാൽ ഈ നരഭോജി കൂടുതൽ ശക്തമാകും. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ നശിപ്പിക്കുക എന്നതാണ്. ഗ്രാമത്തിലെ ആളുകളും ഗ്രാമമുഖ്യനും ഹോവാർഡിനെ ഗ്രാമത്തിനുള്ളിൽ തങ്ങാൻ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ തന്നെ അത് നിരസിച്ചു. അദ്ദേഹം തിരഞ്ഞെടുത്തത് കാടിൻ്റെ ഉള്ളിൽ ടെൻ്റടിച്ച് ഒരു സെറ്റിൽമെൻറ്റ് തയ്യാറാക്കുവാനും അതിനുള്ളിൽ താമസിക്കുവാനുമാണ്. അദ്ദേഹം വെറുതെയല്ല അവിടെ ഇരുന്നത്. കാടിൻ്റെ ഓരോ കോണും അദ്ദേഹം സർവേ ചെയ്തു. ഒരു രാത്രിയിൽ തൻ്റെ ടെൻറ്റിന് ഉള്ളിൽ ഇരിക്കുമ്പോൾ ഹോവാർഡ് ആ ശബ്ദം കേട്ടു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ശബ്ദമായിരുന്നു അത്. ആഫ്രിക്കയിലെ വന്യമായ കാടുകളിൽ പോലും അദ്ദേഹം ഇരിക്കുമ്പോൾ ഇതുപോലെ ഒരു ശബ്ദം അയാൾ കേട്ടിട്ടില്ല. നിങ്ങൾ കരുതുന്നതുപോലെ മറ്റ് ശബ്ദങ്ങളൊന്നും ആയിരുന്നില്ല. അതൊരു മുരൾച്ചയായിരുന്നു. പക്ഷേ അതിൽ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് വല്ലാത്തൊരു കോൾനെസ് ആയിരുന്നു അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. ഞാൻ നിന്നെ കാണേണ്ട പോലെ തന്നെ കണ്ടിരിക്കും, എനിക്കിപ്പോൾ ഒട്ടും തിടുക്കമില്ല എന്ന് ആ മൃഗം പറയുന്നത് പോലെയാണ് ഹോവാർഡിന് തോന്നിയത്. അദ്ദേഹം പതുക്കെ തൻ്റെ റൈഫിൽ കയ്യിലെടുത്തു. തൻ്റെ വിരലുകൾ ട്രിഗറിന് മുകളിൽ വെച്ചു. അദ്ദേഹം തൻ്റെ ടെൻറ്റിന് പുറത്തേക്കിറങ്ങി. പുറത്തെ ടെൻറ്റിന് മുന്നിലെ മരങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് അനങ്ങുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. പക്ഷേ ഇരുട്ടല്ലാതെ മറ്റൊന്നും അവിടെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം എഡ്വേർഡിൻ്റെ വഴികാട്ടിയായ ഗൺപത് എന്ന ഗ്രാമവാസി ആ കാഴ്ച കണ്ടു. വൈകുന്നേരം സന്ധ്യാനേരത്ത് കാടിനുള്ളിലെ ഒരു ചെറിയ കുളത്തിൻ്റെ അരികിൽ വെള്ളം കുടിക്കുവാൻ വന്നതായിരുന്നു അയാൾ. മഞ്ഞു തങ്ങി നിൽക്കുന്ന ആ കുളത്തിൻ്റെ മറുകരയിൽ പതുക്കെ ഒഴുകി വന്ന ഒരു നിഴൽ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അസ്തമയ സൂര്യൻ്റെ നേരിയ വെളിച്ചത്തിൽ ആ നരഭോജി സ്വയം വെളിപ്പെട്ടു. അതൊരു സാധാരണ പുലിയായിരുന്നില്ല. അതിൻ്റെ നിറം കടും ചാരനിറമായിരുന്നു. പക്ഷേ
അതിനേക്കാൾ ഭയാനകമായത് അതിൻ്റെ കണ്ണുകളായിരുന്നു. ഇരുട്ടിൽ നീലനിറത്തിൽ തിളങ്ങുന്ന ആ കണ്ണുകൾ ഗണപതിയെ തന്നെ നോക്കി. ശ്വാസം പോലും വിടാൻ അയാൾ ഭയന്നു. അവൻ അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. ഏകദേശം 15 സെക്കൻഡോളം നേരം ആ കണ്ണുകൾ ഗണപതിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഒന്ന് ചലിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. വായുവിൽ മരണത്തിൻ്റെ മണം കലരുന്നത് അവൻ അറിഞ്ഞു. അവൻ്റെ ഉള്ളിൽ ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ: ഇന്ന് എൻ്റെ കഥ ഇവിടെ അവസാനിക്കും. പക്ഷേ വല്ലാത്തൊരു നിശബ്ദതയോടെ, ഒരു ചെറിയ ശബ്ദം പോലും അവിടെ ഉണ്ടാക്കാതെ ആ മൃഗം കാടിൻ്റെ ഇരുട്ടിലേക്ക് അലിഞ്ഞു ചേർന്നു. പിന്നെ അല്പസമയം പോലും ഗണപത് അവിടെ ചിലവഴിച്ചില്ല. അദ്ദേഹം തൻ്റെ സെറ്റിൽമെൻറ്റ് ലക്ഷ്യമാക്കി ഓടി. എഡ്വേർഡിനോട് ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം ഗൗരവത്തോടെ തന്നെയാണ് ഇതെടുത്തത്. ഈ വേട്ട വെറുമൊരു തോക്കുകൾ കൊണ്ട് ജയിക്കാനാവില്ല എന്ന് അയാൾക്ക് അതോടെ മനസ്സിലായി. ഇത് ബുദ്ധി ഉപയോഗിച്ച് നടത്തേണ്ട ഒരു യുദ്ധമാണ്. വായുവിൽ ഈർപ്പവും ഭയവും കലർന്ന ആ രാത്രിയിൽ വനത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്നും വീണ്ടും ആ നീലക്കെണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. എഡ്വേർഡ് വന്നിട്ടും ആ നരഭോജിയുടെ വിളയാട്ടം ഒരു ലേശം പോലും കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ ക്രൂരമാകുവാനും തുടങ്ങി. ഒരു ദിവസം രാവിലെ കാടിൻ്റെ ഒരു ഭാഗത്ത് പരിശോധിക്കുവാൻ വേണ്ടി പോയ നാഗേഷും സംഘവും ഒരു കാഴ്ച കണ്ട് ഞെട്ടി. പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു വലിയ ഇലകൾക്ക് മുകളിൽ കടും ചുവപ്പ് നിറത്തിൽ രക്തം കൊണ്ട് എന്തോ എഴുതിയിരിക്കുന്നു. അതൊരു സന്ദേശമായിരുന്നു. ആ സന്ദേശം ഇതാണ്: ശിവൻ്റെ സംരക്ഷകൻ. ചുറ്റും കാക്കകൾ കരയുന്നുണ്ടായിരുന്നു. വായുവിൽ അപ്പോഴും ഉണങ്ങിയ രക്തത്തിൻ്റെ വല്ലാത്തൊരു ഗന്ധം തങ്ങി നിൽക്കുന്നുണ്ട്. ഇത് കണ്ട ഗ്രാമവാസികൾ ആകെ പരിഭ്രാന്തരായി. ഇത് വെറുമൊരു മൃഗമല്ല, ഇത് ഏതോ ഒരു ദൈവിക ശക്തിയാണ്. നമ്മുടെ പൂജകളിൽ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. അവർ പരസ്പരം അടക്കം പറഞ്ഞു. പക്ഷേ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഹോവാർഡ് ഇത് വിശ്വസിക്കുവാൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ അയാൾ ഇങ്ങനെ കുറിച്ചു: ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി ഏതോ ഒരു വിവരദോഷി ചെയ്ത പണിയാണിത്. ഭക്തിയെ ഭയമാക്കി മാറ്റി ആളുകളുടെ വിശ്വാസം തകർക്കാൻ ശ്രമിക്കുന്ന ഏതോ ഒരു വിവരദോഷി. ഈ സമയത്ത് തന്നെയാണ് ഗ്രാമത്തിലെ രവി എന്ന ഒരു യുവാവ് അവിടേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. പട്ടണത്തിൽ പോയ പഠിച്ച അവന് ഈ ഭയമൊന്നും ബാധകമേ ആയിരുന്നില്ല. നിങ്ങളൊക്കെ എന്തിനാണ് ഈ മൃഗത്തെ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ പോയി അതിനെ എൻ്റെ ക്യാമറയിൽ പകർത്തും. അത് വെറുമൊരു പുലി മാത്രമാണ്. അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കയ്യിലൊരു പഴയ മോഡൽ ക്യാമറയുമായി അവൻ കാട്ടിലേക്ക് നടന്നു. ഗ്രാമവാസികൾ അവനെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അവൻ ആരെയും ചെവിക്കൊണ്ടില്ല. എനിക്ക് വേണ്ടത് ആ മൃഗത്തിൻ്റെ മുഖം മാത്രമാണ്. ഇതായിരുന്നു അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരേ ഒരു ചിന്ത. അവൻ വനത്തിലൂടെ അലഞ്ഞു നടന്നു. നേരം വൈകുന്നേരമായി. കാട് ഇരുണ്ടു തുടങ്ങിയിരുന്നു. മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിൽ വല്ലാത്തൊരു തണുപ്പ് പടർന്നു. രവി തൻ്റെ ക്യാമറ റെഡിയാക്കി. ഓരോ മരങ്ങൾക്കിടയിലൂടെയും അവൻ പതുങ്ങി നടന്നു. പിന്നീട് അവൻ ചെന്നുപെട്ടത് ഒരു വലിയ പേരാൽ മരത്തിൻ്റെ മുന്നിലായിരുന്നു. അതിൻ്റെ പിന്നിൽ എന്തോ ഒരനക്കം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ്റെ ഹൃദയമിടിപ്പ് വേഗത കൂടി. ഇതാ, അവൻ അവിടെയുണ്ട്. ആവശ്യത്തോടെ ക്യാമറയുടെ ലെൻസ് ആ വശത്തേക്ക് അവൻ തിരിച്ചു. അടുത്ത ദിവസം നേരം വെളുത്തിട്ടും രവി തിരിച്ചു വന്നില്ല. ഗ്രാമം മുഴുവൻ ആശങ്കയിലായി. ഹോവാർഡും സംഘവും അവനെ തിരഞ്ഞ് കാടിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ചു. കാടിൻ്റെ ഒരു വശത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ രവിയുടെ ക്യാമറ അവർക്ക് ലഭിച്ചു. ക്യാമറയുടെ ലെൻസ് തകർന്നിട്ടുണ്ടായിരുന്നു. അവർ വേഗത്തിൽ ക്യാമറയും അതുമായി ഗ്രാമത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ആ ഫിലിം അവർ ഡെവലപ്പ് ചെയ്തു. ആ ചിത്രം കണ്ട് ശരിക്കും ഹോവാർഡിൻ്റെ വിരലുകൾ പോലും വിറച്ചുപോയി. ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ഇതാണ്: കനത്ത നിഴലുക്കുള്ളിൽ നിന്നും തിളങ്ങുന്ന കണ്ണുകളോടെ ഒരു ഭീകരരൂപം ക്യാമറയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. ഈ വാർത്ത അറിഞ്ഞതോടെ ഭീമാശങ്കർ ഗ്രാമം പൂർണ്ണമായും സ്തംഭിച്ചു. മഹാശിവരാത്രിയുടെ തലേ ദിവസമായിരുന്നു അത് അവിടെ അരങ്ങേറിയത്. ആഘോഷങ്ങൾക്കായി നാട് മുഴുവൻ ഒരുങ്ങേണ്ട സമയമാണ്. അപ്പോഴാണ് മരണം വന്ന് അവരുടെ പടിക്കൽ വന്ന് നിൽക്കുന്നത്. ഭീമാശങ്കർ ഗ്രാമം ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ്.
ഒരു വശത്ത് മഹാശിവരാത്രിയുടെ വർണ്ണാഭമായ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു. തെരുവുകളിൽ മനോഹരമായ രംഗോളികൾ വിരിഞ്ഞു. ഓരോ കോണിലും ഹരഹര മഹാദേവ എന്ന മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങുന്നുണ്ട്. പക്ഷേ ആ ഭക്തിയുടെ ശബ്ദത്തിന് പിന്നിൽ മരണത്തിൻ്റെ ഒരു കറുത്ത തണൽ പതിയിരിപ്പുണ്ടായിരുന്നു. ഭക്തരുടെ കണ്ണുകളിൽ ഭഗവാനുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് കാടിൻ്റെ ആഴങ്ങളിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ചാടി വീഴാവുന്ന ആ മരണത്തെക്കുറിച്ചുള്ള ഭീതിയായിരുന്നു. ആ കാട് അതൊന്നും മിണ്ടാതെ ആ ഇരുട്ടിൽ എല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. ആ സന്ധ്യാനേരത്താണ് ഗൗരിയും അനിയത്തിക്കുട്ടിയും പൂക്കൾ ശേഖരിക്കുവാൻ പോയത്. 7 മണിയായി കാണും. കാടിൻ്റെ അതിരുകളിൽ കനത്ത മൂടൽ മഞ്ഞ് പടർന്നു തുടങ്ങിയിരുന്നു. വേഗം വായോ, നേരം ഒരുപാടായി, അമ്മ കാത്തിരിക്കും, ഗൗരി തൻ്റെ അനിയത്തിയെ വിളിച്ചു പറഞ്ഞു. അവളുടെ കയ്യിൽ കൊട്ടയിൽ പകുതിയോളം പൂക്കളുണ്ടായിരുന്നു. ആ പൂക്കളുടെ മണം അവിടെയെല്ലാം പടർന്നു. മഞ്ഞിൻ്റെ തണുപ്പ് അവളുടെ മുഖത്ത് തട്ടുമ്പോൾ തൊട്ടു പിന്നിൽ അനിയത്തിയുടെ കാലടി ശബ്ദവും ചെറിയ ചിരികളും അവൾക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ആ ചിരി നിലച്ചു. ഒരു നിമിഷം, വെറും ഒരു നിമിഷം മതിയായിരുന്നു. നരഭോജിക്ക്. ഗൗരി തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ അരികിൽ ആരുമുണ്ടായിരുന്നില്ല. തൻ്റെ അനിയത്തിയെ അവിടെ എങ്ങും കാണാനില്ല. അവൾ എവിടേക്കോ പോയിരിക്കുന്നു. വായുവിൽ അപ്പോഴും പൂക്കളുടെ ഗന്ധമുണ്ടായിരുന്നു. പക്ഷേ അതിനൊപ്പം വല്ലാത്ത വന്യമായ മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും മണം കലർന്നു കഴിഞ്ഞിരുന്നു. ഗൗരി പേടിച്ചു വിറച്ച് തിരികെ അവളുടെ അമ്മയുടെ അരികിലേക്ക് നിലവിളിച്ചുകൊണ്ടോടി. അപ്പോൾ അവളുടെ വസ്ത്രത്തിൽ രക്തത്തുള്ളികൾ വീണു കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ ഏകദേശം 6 മണിയായി കാണും. ശിവരാത്രിയുടെ പ്രാഥമിക ചടങ്ങുകൾ തുടങ്ങിയ സമയം. ക്ഷേത്രത്തിലെ കൊട്ടുമേളകൾ മുറുകുന്ന സമയം. പെട്ടെന്ന് കാടിൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്ത്രീയുടെ ഉച്ചത്തിലുള്ള നിലവിളി ഉയർന്നു കേട്ടു. അവിടെ ഒരു ശവം കിടക്കുന്നു. എല്ലാവരും ക്ഷേത്രത്തിൽ നിന്നും ആ കാടിൻ്റെ അതിർത്തിയിലേക്ക് ഓടിച്ചെന്നു. അവിടെ ഇലകൾക്കിടയിൽ ഗൗരിയുടെ അനിയത്തിയുടെ മൃതദേഹം അവർ കണ്ടെത്തി. ആ കാഴ്ച കണ്ടവർക്ക് ഒന്ന് നിലവിളിക്കുവാൻ പോലും ശബ്ദമുണ്ടായിരുന്നില്ല. അവരെല്ലാം തകർന്ന് നിലത്തിരുന്നു. അവിടെ അവളുടെ നെഞ്ചത്ത് ആ നരഭോജിയുടെ നഖങ്ങൾ ആഴത്തിലിറങ്ങിയ ആ വലിയ പാടുകൾ കാണാം. രക്തം എങ്ങും തിളം കെട്ടിക്കിടക്കുന്നു. ഭീകരമായ കാഴ്ച. അവൾ തലേ ദിവസം കൈകൊണ്ട് കോർത്ത ഒരു പൂമാലയുണ്ടല്ലോ, അത് അവളുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു. അവൾ പൂജയ്ക്കായി കൊണ്ടുവന്ന ആ മാല ഇപ്പോൾ അവളുടെ ചിതയ്ക്കുള്ളതായി മാറി. ഹോവാർഡിന് ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി. ഈ മൃഗം വെറുതെ വേട്ടയാടുകയല്ല, ഇതൊരു സന്ദേശം നൽകുകയാണ്. ഇത് തൻ്റെ ശക്തി പ്രകടിപ്പിക്കുകയാണ്. അയാൾ ഉടനെ തന്നെ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ ഒരു മച്ചാൽ കെട്ടാൻ ഉത്തരവിട്ടു. കാരണം അവിടെ ഇരുന്നാൽ കാടിൻ്റെ ആഴങ്ങളിലേക്ക് വ്യക്തമായി നിരീക്ഷണം നടത്താൻ കഴിയും. അതിനു പുറമെ അവിടെ ഇവിടെയായി 3 റൈഫിൾ ഷൂട്ടർമാരെ അയാൾ ഒളിപ്പിച്ച് നിർത്തി. ഒരാടിനെയും ഇരയായി കെട്ടുകയും ചെയ്തു. പക്ഷേ ആ രാത്രിയിൽ ശ്വാസം മുട്ടിക്കുന്ന ആ നിശബ്ദതയിൽ ആരും പ്രതീക്ഷിക്കാത്ത സംഭവിച്ചത്. ക്ഷേത്രമണികൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ ഓരോ മണിയൊച്ചയ്ക്കും ശേഷവും വനത്തിൽ നിന്നും ചെറിയൊരു മുരൾച്ചയും ഉയർന്നു കേട്ടു. ആ രാത്രി ഭീമാശങ്കർ ക്ഷേത്രത്തിലെ അന്തരീക്ഷം വല്ലാത്തൊരു ഭാരത്താൽ വീർപ്പുമുട്ടുകയായിരുന്നു. ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധത്തിന് മീതെ മരണത്തിൻ്റെ ആ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ക്ഷേത്രമതിലുകൾക്ക് പുറത്ത് നിബിഡമായ ആ വനം ഒരു രാക്ഷസനെ പോലെ വാ പിളർത്തി നിൽക്കുന്നു. ഹോവാർഡും സംഘവും മച്ചാനിൽ നിന്ന് ഓരോ സെക്കൻഡും എണ്ണുകയായിരുന്നു. അവരുടെ വിരലുകൾ തോക്കിൻ്റെ ട്രിഗറിന്മേൽ ഉറച്ചു നിന്നു. കണ്ണുകൾ ഇരുട്ടിനെ കീറിമുറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എവിടെയവൻ? എവിടെയാണ്? നാഗേഷ് താഴ്ന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഹോവാർഡ് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ തണുത്ത അന്തരീക്ഷത്തിലും നെറ്റിയിലെ വേർപ്പ് തുള്ളികൾ അയാളുടെ ഉള്ളിലെ ഉത്കണ്ഠയെ വെളിവാക്കി. പെട്ടെന്നാണ് ആ ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തു നിന്നും ആ ഭീകരമായ നിലവിളി ഉയർന്നത്. അയ്യോ, അവൻ ഇവിടെയുണ്ടേ എന്ന ഉറക്കെയുള്ള കരച്ചിലായിരുന്നു അവിടെ ഉയർന്നത്. പെട്ടെന്ന് ഹോവാർഡും സംഘവും ആ മച്ചാലിൽ നിന്നും താഴേക്കിറങ്ങി. ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി അവർ ഓടി. ടോർച്ച് വെളിച്ചം ക്ഷേത്രത്തിൻ്റെ കരിങ്കൽ ഭിത്തികളിൽ തട്ടി പ്രതിഫലിച്ചു.
നിഴലുകൾ ഭിത്തികളിൽ വിചിത്രമായ രൂപങ്ങൾ വരച്ചു. ഹോവാർഡ് തൻ്റെ തോക്ക് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നീങ്ങി. പിൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ആ തണുത്ത രാത്രിയിൽ പുറത്തുനിന്നും കാറ്റ് വാതിലിലേക്ക് അടിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടാകുന്നുണ്ട്. പല്ലുകൾ കൂട്ടിയിടിക്കുമ്പോഴുണ്ടാകുന്ന അതേ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ ചെന്നപ്പോൾ അവർ അവിടെ കണ്ട കാഴ്ച അവർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. ക്ഷേത്രത്തിലെ പൂജാരി, ആ പവിത്രമായ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന ആ മനുഷ്യൻ അവിടെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. അയാളുടെ കഴുത്ത് കടിച്ചു മുറിക്കപ്പെട്ടിരിക്കുന്നു. എഡ്വേർഡ് തൻ്റെ ഡയറിയിൽ പതുക്കെ കുറിച്ചു, ഇതൊരു മൃഗമല്ല, ഇതൊരു വെല്ലുവിളിയാണ്. ഭീമാശങ്കറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മഹാശിവരാത്രിയുടെ ആഘോഷങ്ങൾ പാതി വഴിയിൽ നിലച്ചത്. ഭക്തർ ജീവനും കൊണ്ട് ഓടി. ക്ഷേത്രമണികൾ നിശബ്ദമായി. പവിത്രമായ ആ ഭൂമി ഇപ്പോൾ ആ നരഭോജിയുടെ സാമ്രാജ്യമായി മാറിയിരിക്കുന്നു. ഹോവാർഡ് തിരിച്ചറിഞ്ഞു, ഈ മൃഗം വെറുമൊരു മൃഗമല്ല, മറിച്ച് ചിന്തിക്കാനും പദ്ധതികളിടാനും കഴിവുള്ള ഒരു കൊലയാളിയാണ്. അവൻ ഒരു നിഴൽ പോലെയാണ്. ക്യാമറ ട്രാപ്പുകളിൽ പോലും അവൻ പതിയില്ല. അടുത്ത ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഭീമാശങ്കർ ഒരു പ്രേതാലയം ഭൂമി പോലെയായി. അവിടുത്തെ ആളുകൾ പേടിച്ച് വീടുകൾ ഉപേക്ഷിച്ചു പോയി. ഈ സമയത്താണ് ഹോവാർഡിൻ്റെ സഹായിയായ മഹാദേവ് എന്ന ആദിവാസി ട്രാക്കറെ കാണാതാകുന്നത്. അവൻ കാടിൻ്റെ അതിരിലൊന്ന് പരിശോധിക്കാൻ പോയതായിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവൻ തിരിച്ചു വന്നില്ല. തിരച്ചിലിനിറങ്ങിയ ഹോവാർഡിനും ലഭിച്ചത് രക്തം പുരണ്ട അവൻ്റെ കോമ്പസും ഡയറിയിലെ ഒരു കീറിയ പേജുമായിരുന്നു. അതിലവൻ അവസാനമായി കുറിച്ച വരികൾ ഹോവാർഡിനെ നടുക്കിക്കളഞ്ഞു. ആ വരികൾ ഇതാണ്: എനിക്ക് അവനെ ഇപ്പോൾ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. അവൻ ഈ കാട്ടിലുണ്ട്. അവൻ എന്നെ ഇപ്പോൾ നോക്കി നിൽക്കുകയാണ്. ഹോവാർഡ് ഇപ്പോൾ ഒരു അന്തിമമായ തീരുമാനത്തിലെത്തി. ഈ മൃഗത്തിൻ്റെ താവളം കാടിൻ്റെ വടക്കേ പാതയിലാണ്. അങ്ങോട്ട് പോകണം. ഹോവാർഡ് ഉച്ചത്തിൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ വഴികാട്ടിയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ കോപം അദ്ദേഹത്തിന് അടക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. രാത്രിയായിട്ടും, അതായത് അർദ്ധരാത്രിയായിട്ടും ആ തിരച്ചിൽ അവർ നിർത്തിയില്ല. ആ പാതയിലൂടെ അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ മരങ്ങൾക്കിടയിൽ ഒരു ചാരനിറത്തിലുള്ള നിഴൽ നീങ്ങുന്നത് അവർ കണ്ടു. പെട്ടെന്ന് ഒരു വലിയ മരത്തിന് പിന്നിൽ 2 നീലക്കണ്ണുകൾ അവിടെ വെളിപ്പെട്ടു. ഹോവാർഡ് തൻ്റെ റൈഫിൽ അവിടേക്ക് ലക്ഷ്യം വെച്ച് ഉയർത്തി. തൻ്റെ റൈഫിലിൻ്റെ കാഞ്ചി വലിക്കുന്നതിന് തൊട്ടു മുമ്പ് ആ രൂപം അപ്രത്യക്ഷമായി. പക്ഷേ ആ മരത്തിൻ്റെ തണ്ടിൽ 3 ഇഞ്ച് ആഴമുള്ള ഒരു പോറൽ അവർ കണ്ടു. അതൊരു വാൾ കൊണ്ട് വെട്ടിയതുപോലെ അത്രമേൽ മൂർച്ചയുള്ളതായിരുന്നു. അടുത്ത 3 ആഴ്ചകൾ ഭീമാശങ്കറിനെ വെറും ദിവസങ്ങളായിരുന്നില്ല, മറിച്ച് അവസാനമില്ലാത്ത ഭീകരതയുടെ മരണത്തിൻ്റെയും ഒരു പരമ്പരയായിരുന്നു. ആ നരഭോജി അതിൻ്റെ വേട്ടയാടൽ രീതികൾ മാറ്റിക്കൊണ്ടിരുന്നു. കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഏകദേശം 4 പേരെയാണ് അവൻ കാലപുരിക്കയച്ചത്. ആരുടെയും മൃതദേഹങ്ങൾ പൂർണ്ണമായി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. വനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രക്തത്തിൻ്റെ പാടുകൾ മാത്രം അവശേഷിച്ചു. ഹോവാർഡിൻ്റെ ആത്മവിശ്വാസം പതുക്കെ തകരാൻ തുടങ്ങി. താൻ ആഫ്രിക്കയിൽ കണ്ട മൃഗങ്ങളെ പോലെയല്ല ഇത്. ഇതൊരു ബുദ്ധിയുള്ള ശത്രുവാണ്. കാടിൻ്റെ ഓരോ ഭാഗത്തും ആ മൃഗം തൻ്റെ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരുന്നു. ആദ്യം ഒരു വലിയ പേരാൽ ചുവട്ടിൽ നിന്നും ചോരയിൽ കുളിച്ച ഒരു ചെരുപ്പ് കിട്ടി. പിന്നെ മറ്റൊരു ഭാഗത്തു നിന്നും അതിന് തപ്പിപ്പോയ ഒരു ഫോട്ടോഗ്രാഫറുടെ ക്യാമറ ലെൻസ് കിട്ടി. പിന്നെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ട്രാക്കറിനെ നഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ സങ്കടമായത് ഇതായിരുന്നു. വനത്തിൻ്റെ അരികിൽ വെച്ച് തന്നെ ആ പെൺകുട്ടിയുടെ ശരീരം കണ്ടെത്തി. അദ്ദേഹം തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു, ഇത് വെറുമൊരു വേട്ടയല്ല, ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയറാണ്. ഈ സമയത്ത് ഹോവാർഡ് തൻ്റെ കയ്യിലെ പഴയ ബ്രിട്ടീഷ് ഭൂപടം പരിശോധിച്ചു. അതിൽ വനത്തിൻ്റെ ഏറ്റവും ആഴമേറിയ, ആരും കടന്നു ചെല്ലാത്ത ഒരു ഭാഗം അടയാളപ്പെടുത്തിയിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് രുദ്രാഘട്ട്. ഹോഡ്വേർഡും സംഘവും പോയത് ആ ഭൂപടം കൊണ്ട് ഗ്രാമത്തിലെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ത്യാത്യ ബാബ, ഒരു പ്രായമേറിയ കാടിൻ്റെ മുത്തച്ഛൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരാളെപ്പറ്റി പറഞ്ഞല്ലേ, അയാളുടെ അരികിലേക്കാണ്. അയാളുടെ അരികിലേക്ക് ചെന്ന ഈ സ്ഥലത്തെപ്പറ്റി പറഞ്ഞപ്പോൾ തന്നെ അയാൾ ഒന്ന് ഭയന്നു വിറച്ചു. അയാൾ പറഞ്ഞു, ആദിവാസികൾ നരഭോജികളെ ആരാധിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് ഇതറിയപ്പെടുന്നത്. സാഹിബേ, നിങ്ങൾ അവിടേക്ക് പോകരുത്. കാട് തികഞ്ഞ നിശബ്ദതയിലുള്ള ഒരു സ്ഥലമാണ്. അവിടേക്ക് ചെന്നാൽ മരണമുറപ്പാണ്. എന്നാൽ ഹോഡ്വാർഡിനെ പിന്തിരിപ്പിക്കുവാൻ അത് പോരായിരുന്നു. അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, ഈ യുദ്ധം അവസാനിക്കേണ്ടത്
രുദ്രഘട്ടിൽ വെച്ചാണ്. അവിടെ വെച്ചായിരിക്കണം. ഒരു പക്ഷേ നമ്മൾ തിരയുന്ന ആ നരഭോജിയായ പുള്ളിപ്പുലിയുടെയും താമസവും അവിടെ തന്നെ ആയിരിക്കണം. അർദ്ധരാത്രിയിൽ ഹോവേർഡും നാഗേഷും രാമവും രുദ്രഘട്ടിലേക്ക് തിരിച്ചു. അവർ ആ താഴ്വരയിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അന്തരീക്ഷം മാറിമറിഞ്ഞു. പക്ഷികളുടെ കരച്ചിലോ ചീവീടുകളുടെ ശബ്ദമോ അവിടെ ഉണ്ടായിരുന്നില്ല. വായുവിന് വല്ലാത്ത കനം അനുഭവപ്പെട്ടു. ടോർച്ച് വെളിച്ചത്തിൽ അവർ കണ്ട കാഴ്ച അവരുടെ രക്തം തണുപ്പിച്ചു കളഞ്ഞു. അവിടെ ഒരു പഴയ തകർന്ന മണ്ഡപവും ഒരു ശിവലിംഗവും ഉണ്ടായിരുന്നു. അതിൻ്റെ അരികിൽ നിറയെ പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമാണ്. ഒരു നരഭോജിയായ പുള്ളിപ്പുലിക്ക് വസിക്കുവാൻ പറ്റിയ എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. അവർ 3 പേരും കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു ചെന്നപ്പോൾ അതുവഴി ഒഴുകുന്ന ചെറിയൊരു അരുവിയും കണ്ടു. അതോടെ നരഭോജിയുടെ താവളം ഇവിടെ തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു. ഇനിയും ഏത് സമയവും എവിടെ നിന്ന് വേണമെങ്കിലും അവൻ്റെ ആക്രമണം ഉണ്ടായേക്കാം. എന്നാൽ അവരെ വലച്ചത് ഇതാണ്. ഇവിടെ എവിടെയാണ് ആ തന്ത്രശാലിയായ ആ പുലി പതുങ്ങിയിരിക്കുന്നത്? ഏത് ഗുഹയിലാണ് അവൻ മറഞ്ഞിരിക്കുന്നത്? ഇനിയും ഏതെങ്കിലും വലിയ മരത്തിൻ്റെ മുകളിൽ ഇരയെ കാത്ത് ഇരിക്കുകയാണോ? ഈ ചോദ്യങ്ങൾ അവരുടെ എല്ലാ മനസ്സിലേക്ക് ഒരുപോലെ തന്നെ ഉയർന്നു വന്നു. ഇനിയും നേരം വെളുക്കുവാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കണം. ഇവിടെ എവിടെ സുരക്ഷിതമായി ഇരിക്കുവാൻ കഴിയും? അവർ ഓരോരുത്തരും പരസ്പരം പതിയെ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. അവിടെ ഒരു പാറയുടെ മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹോവർഡ് പറഞ്ഞു, നമുക്ക് അവിടേക്ക് പോകാം. ആ പാറക്കെട്ടിൻ്റെ മുകളിൽ സുരക്ഷിതമായിരിക്കാം. അതാകുമ്പോൾ ഒരു വശത്തു നിന്നും വരുന്നത് മാത്രം നോക്കിയാൽ പോരെ എന്ന്. അങ്ങനെ ഹോവർഡിൻ്റെ അഭിപ്രായ പ്രകാരം അവർ 3 അവിടേക്ക് നടന്നു. സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ചുറ്റുപാടും തികഞ്ഞ ജാഗ്രതയോടെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ ഓരോ ചുവടും മുന്നിലേക്ക് വെക്കുന്നത്. അവരുടെ തോളിൽ റൈഫിലുകൾ ഉയർത്തി വെച്ചിരിക്കുന്നു. കാഞ്ചിയിന്മേൽ വിരൽ വെച്ചുകൊണ്ടാണ് അവർ ഓരോ അടിയും സൂക്ഷ്മമായി വെച്ചുകൊണ്ട് മുന്നിലേക്ക് നീങ്ങുന്നത്. അങ്ങനെ അവസാനം അവർ ആ പാറക്കല്ലുകൾക്ക് മുകളിൽ എത്തിച്ചേർന്നു. ആ പാറക്കെട്ടിൻ്റെ പുറത്ത് അല്പസമയം അവർ വിശ്രമിച്ചു. പുലിയിനിയും വരുവാൻ ഉള്ള സ്ഥലം അവർക്ക് പിന്നിലൂടെയാണ്. പിന്നിലേക്ക് നോക്കിയാണ് അവർ ഇരിക്കുന്നത്. പുലി അവർക്കരികിലേക്ക് വന്നാൽ അതിനെ വെടിവെച്ച് കൊല്ലണം. ഇതുമാത്രമാണ് അവരുടെ ചിന്ത ഇപ്പോൾ. ആ പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കിയാൽ നമ്മൾ മുന്നേ പറഞ്ഞ ആ തകർന്ന ആ മണ്ഡപവും ശിവലിംഗവും വ്യക്തമായി കാണാം. നിറയെ കാട് പിടിച്ച് കിടക്കുകയാണ്. അവരവിടേക്ക് തന്നെ നോക്കി നിന്നു. മണിക്കൂറുകൾ കഴിഞ്ഞുപോയി. നേരം പുലരാൻ തുടങ്ങിയിരുന്നു. അവ്യക്തമെങ്കിലും ഇപ്പോൾ ചുറ്റുപാടും ഒന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവർ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ ഒരു നീർച്ചാലുണ്ടല്ലോ, ആ നീർച്ചാലിൻ്റെ അരികിലേക്ക് ചാരനിറത്തിലുള്ള ഒരു നിഴൽ നടന്ന് നീങ്ങുന്നത് അവർ കണ്ടു. ഹോഡ്വേർഡ് പെട്ടെന്ന് ബാക്കിയുള്ളവരെയും വിളിച്ച് അത് ചൂണ്ടിക്കാണിച്ചു. സസൂക്ഷ്മം എന്താണെന്ന് അറിയുവാൻ വേണ്ടി അവർ അവിടേക്ക് തന്നെ നോക്കി നിന്നു. അതെ, അവർ ഇതുവരെയും തിരഞ്ഞ ആ പുലി തങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ റൈഫിൽ അവിടേക്ക് ചൂണ്ടി. കൃത്യമായി ഹോഡ്വേർഡ് തൻ്റെ നിറയൊഴിച്ചു. തന്നെ തേടി തൻ്റെ ശത്രുക്കൾ തൻ്റെ മടയിലേക്ക് വന്ന വിവരം ആ നരഭോജിയായ പുള്ളിപ്പുലി അറിഞ്ഞു കാണില്ല. ഗർജനത്തോടെ ഹോഡ്വേർഡിൻ്റെ റൈഫിലിൽ നിന്നും ആ തിര അതിൻ്റെ തോട് ലക്ഷ്യമാക്കി പാഞ്ഞു. വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ആ പുള്ളിപ്പുലിയുടെ തോളിലേക്ക് ആ റൈഫിലിൻ്റെ തിര തുളച്ചു കയറി. വേദന കൊണ്ടോ അല്ലെങ്കിൽ തിര വന്നു കൊണ്ട ആഘാതത്തിലോ ആ പുലി ഒന്ന് മുകളിലേക്ക് ചാടി ആ അരുവിയിലേക്ക് തന്നെ വന്നു വീണു. അരുവിയിൽ നിന്നും കരയിലേക്ക് കയറാൻ തുടങ്ങിയ സമയത്ത് വീണ്ടും ഹോഡ്വേർഡിൻ്റെ റൈഫിൽ ശബ്ദിച്ചു. ഇത്തവണ കൃത്യമായി തന്നെ ആ പുലിയുടെ തല തുളച്ചുകൊണ്ട് തിര അപ്പുറത്തേക്ക് കടന്നുപോയി. കരയിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ തന്നെ ആ പുലിയുടെ ജീവനും അവിടെ പൊലിഞ്ഞുപോയി. ഒന്ന് പിടയുവാൻ പോലും അതിന് കഴിഞ്ഞില്ല. പാതി ശരീരം ആ അരുവിയിലും പാതി ശരീരം മണ്ണിലുമായി അവിടെ അങ്ങനെ കിടന്നു. പിന്നെ സമയം അവർ ഒട്ടും പാഴാക്കിയില്ല. ആ പുലിയുടെ ശരീരം കിടന്ന ആ ഭാഗത്തേക്ക് അവർ 3 നടന്നു. അവർ നടന്ന് അരുവിയുടെ അരികിൽ ചെല്ലുമ്പോൾ ഭീമാശങ്കർ ഗ്രാമത്തെയും പ്രദേശത്തെയും വിറപ്പിച്ച തന്ത്രശാലിയായ നരഭോജിയായ പുള്ളിപ്പുലി അവിടെ കിടക്കുന്നു. മഞ്ഞ ഉടലിൽ കറുത്ത പുള്ളികളോട് കൂടിയ അവൻ സാമാന്യം വലിപ്പമുള്ള ഒരു പുള്ളിപ്പുലി തന്നെയായിരുന്നു. എന്നാൽ പ്രായാധിക്യമായിരുന്നില്ല അവനെ ഈ നരവേട്ടയ്ക്ക് പ്രേരിപ്പിച്ചത്. അവൻ്റെ ശരീരം പരിശോധിച്ച ഞങ്ങൾക്ക് അവൻ്റെ ശരീരത്ത് അവൻ്റെ സാധാരണയായ രീതിയിലുള്ള വേട്ടയാടലിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ ഒരു മുറിപ്പാടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യകത വന്നില്ല. കാരണം ഈ പ്രദേശത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഈ പ്രദേശത്തെപ്പറ്റി നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ?
ഈ വനത്തിലുള്ള ആദിവാസി ഊരിൽപ്പെട്ട ചില വിഭാഗക്കാർ ഈ പ്രദേശത്ത് നരഭോജികളായ ജന്തുക്കളെ ആരാധിക്കാറുണ്ട് എന്ന്. അത് അവരുടെ ഒരു ആചാര രീതിയാണ്. അവരുടെ കൂട്ടത്തിലെ ആരെങ്കിലും മരണപ്പെടുമ്പോൾ അവർ ഈ പ്രദേശത്ത് കൊണ്ടാണ് ശരീരം ഉപേക്ഷിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചി അറിഞ്ഞ പുള്ളിപ്പുലിയായിരിക്കാം ഇത്. പിന്നീട് മനുഷ്യൻ്റെ മാംസം കിട്ടാതായപ്പോൾ അവൻ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയതായിരിക്കാം. എന്തായാലും ഭീമാശങ്കറിനെ വിറപ്പിച്ച തന്ത്രശാലിയായ പുള്ളിപ്പുലിയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു കഥയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.